ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിലെ 5ാമത്തെ മോഡ്യൂളിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. അപ്പം നമ്മൾ സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റം കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇൻ ആൻ എയർ കണ്ടീഷൻ സിസ്റ്റം the inside and outside conditions are dry bulb temperature is 25 degrees Celsius and relative humidity is 50%. And dry bulb temperature 40 degrees Celsius, wet bulb temperature 27 degrees Celsius respectively. അപ്പോൾ ഒരു എയർ കണ്ടീഷൻ സിസ്റ്റമാണ്. അതിന് ഇൻസൈഡ് കണ്ടീഷനും ഉണ്ട്, ഔട്ട്സൈഡ് കണ്ടീഷനും ഉണ്ട്. അപ്പോൾ ഇൻസൈഡ് കണ്ടീഷനിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡ് കണ്ടീഷനിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും നമുക്ക് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും തന്നിരിക്കുന്നത്. ദ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ഈസ് 8.8 ആണ് നമ്മുടെ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. ദെൻ 50% ഓഫ് റൂം എയർ ഈസ് റിജക്റ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മൾ ഇപ്പം അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്വീകരിച്ചു, നമ്മൾ അതിനെ കണ്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലൂടെ കടത്തി വിട്ടിട്ട് നമ്മൾ റൂമിലേക്ക് നമുക്ക് തണുപ്പിക്കേണ്ട ഏത് റൂമിലേക്കാണോ ആ റൂമിലേക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നപ്പോൾ 100% നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ 50% നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ മൊത്തം വർക്ക് ചെയ്തതിന് ശേഷം ആ വരുന്ന എയറിൻ്റെ 50% അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കുന്നു. ബാക്കി 50% എന്ത് ചെയ്യുന്നു, റീസർക്കുലേറ്റ് ചെയ്തു വരും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിനകത്ത് നമ്മൾ അറ്റ്മോസ്ഫിയർ എയർ എടുക്കുന്നതിൻ്റെ കൂടത്ത് റീസർക്കുലേറ്റഡ് എയർ എടുക്കുന്ന കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ റീസർക്കുലേറ്റഡ് സിസ്റ്റമാണ് എടുക്കുന്നതെന്ന് ഇൻഡയറക്റ്റ്ലി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എത്ര എമൗണ്ട് റീസർക്കുലേറ്റഡ് എയർ ആണ് എടുക്കുന്നത്, 50% എയർ ആണ് എടുക്കുന്നത്. ആൻഡ് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഷ് എയർ ആഡഡ് ബിഫോർ എയർ എൻറ്റേഴ്സ് ദ എയർ കണ്ടീഷൻ അപ്പാരറ്റസ്. നമ്മുടെ എയർ കണ്ടീഷൻ അപ്പാരറ്റസിലേക്ക് പോകുമ്പോൾ അതിനകത്ത് നമ്മൾ എത്ര എമൗണ്ട് റീസർക്കുലേറ്റഡ് എയർ ആണോ എടുത്തത് അതിന് തുല്യമായിട്ടുള്ള എയർ എടുക്കുന്നു. ഫ്രഷ് എയറോട് ആഡ് ചെയ്തിട്ടാണ് എവിടെയൊക്കെ പോകുന്നത്, നമ്മളുടെ എയർ കണ്ടീഷനിങ് അപ്പാരറ്റസ് ലെവലിൽ കോയിലേക്ക് പോകുന്നത്. സോറി, ഇഫ് ദ ഫ്രഷ് എയർ ഈസ് ആഡഡ് ഈസ് 100 m3/min. അതായത് ആ ഫ്രഷ് എയർ ആഡ് ചെയ്യുന്ന ഫ്രഷ് എയറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, അതിൻ്റെ വോളിയോമെട്രിക് വാല്യൂ എന്ന് പറയുന്നത് 100 m3/min ആണ്. ഡിറ്റർമൈൻ ദ റൂം സെൻസിബിൾ ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ്, സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ് ഡ്യൂ ടു ദ ഫ്രഷ് എയർ, apparatus dew point, humidity ratio, dry bulb temperature of air entering the air condition apparatus. Assume the bypass factor is 0, density of the air is 1.2 kJ/m3, at the total pressure is 1.0132 bar, atmospheric pressure 1.0132 bar എന്ന് നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കിട്ടുന്ന വാല്യൂസിനെല്ലാം നമ്മൾ ആദ്യമേ എങ്ങോട്ട് കൊടുക്കുന്നു, നമ്മുടെ സൈക്ലോമെട്രിക് ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യുന്നു. ഈ സൈക്ലോമെട്രിക് ചാർട്ടിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം 80% നമ്മളുടെ പ്രോബ്ലത്തിന് 80% നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു സമ്മർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സ്കീമാറ്റിക് സ്ട്രക്ചർ. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ പ്രോബ്ലം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചറാണ്. അപ്പം I എന്ന് പറയുന്നത് ഇൻഡോർ കണ്ടീഷൻ, എസ് എന്ന് പറയുന്നത് സപ്ലൈ കണ്ടീഷൻ, എം എന്ന് പറയുന്ന മിക്സിംഗ് കണ്ടീഷൻ, ആൻഡ് ഒ ഈസ് ദ ഔട്ട്സൈഡ് എയർ. അപ്പോൾ നമുക്ക് ഇൻഡോർ കണ്ടീഷനുണ്ട്, ഔട്ട്ഡോർ കണ്ടീഷനുണ്ട്, സപ്ലൈ കണ്ടീഷനുണ്ട്, ആൻഡ് മിക്സിംഗ് കണ്ടീഷനുണ്ട്. ഈ 4 കണ്ടീഷൻസാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, നമുക്ക് നമ്മളുടെ ഏത് ഏരിയ ആണോ തണുപ്പിക്കേണ്ടത്, നമുക്ക് സമ്മർ സീസണിൽ തണുപ്പിക്കേണ്ട ഏരിയ ഉള്ള റൂമാണ് ഈ കിടക്കിരിക്കുന്നത്. ഈ റൂമിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നിരിക്കുന്നു. അതിനകത്തുനിന്ന് വരുന്ന എയറിൻ്റെ 50% നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കുന്നു. ബാക്കി 50% എങ്ങോട്ട് പോകുന്നതെന്ന് പറയുന്നത് റീസർക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ അപ്പാരറ്റസ് കോയിലേക്ക് കയറുന്നതിന് മുമ്പ് എത്തുന്നതെന്ന് പറഞ്ഞു. അതേ എമൗണ്ട് ഓഫ് എനർജി, അതേ എമൗണ്ട് ഓഫ് എയർ ആണ്, ഫ്രഷ് എയർ ആണ് എങ്ങോട്ട് കയറുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ബിഫോർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിലേക്ക് കയറുന്ന ചേമ്പറിലേക്ക് ചെല്ലുന്നത്, അതായത് മിക്സിംഗ് ചേമ്പറിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ എയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 m3/min ആണ്. അതായത് എത്ര എമൗണ്ട് റീസർക്കുലേറ്റഡ് എയർ ആണോ അതിന് തുല്യമായിട്ടുള്ള എയർ ആണ്, ഫ്രഷ് എയർ ആണ് കയറുന്നതെന്ന് പറയും. അപ്പോൾ നമുക്ക് റീസർക്കുലേറ്റഡ് എയറിൻ്റെ എമൗണ്ട് നമുക്ക് ഓൾമോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എത്രയാണ്, 100 m3/min. ഈ എയർ ആണ് എവിടത്തേക്ക് കയറുന്നത്, നമ്മളുടെ മിക്സിംഗ് ചേമ്പറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ മിക്സിംഗ് ചേമ്പറിലേക്ക് കയറിയിട്ട് അപ്പോൾ അതിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എത്ര വരും,
200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. എന്തുകൊണ്ടാണ് അവിടെ ടോട്ടൽ വോളിയം 200 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് വരുന്നത്? അതായത് ഇവിടെ ബൈപ്പാസ് ഫാക്ടർ 0 ആണ്. ബൈപ്പാസ് ഫാക്ടർ 0 ആയതുകൊണ്ട് നമുക്ക് എത്ര എമൗണ്ട് ആണോ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നത്, അതേ സെയിം എമൗണ്ട് തന്നെയാണ് എവിടേക്കും പോകുന്നത്, നമ്മളുടെ ഹീറ്റിംഗ് കോയിലിലൂടെ കടന്ന് നമുക്ക് തണുപ്പിക്കേണ്ട റൂമിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റ നോക്കാം. ഇൻസൈഡ് കണ്ടീഷൻ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻഡോർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻഡോർ, ഔട്ട്ലെറ്റ് കണ്ടീഷൻ വരുമ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അറ്റ് ഔട്ട്ലെറ്റ്, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ അറ്റ് ഔട്ട്ലെറ്റ്, ദെൻ വോളിയം ഓഫ് എയർ ഔട്ട്ലെറ്റ്, ഫ്രഷ് എയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 100 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ സാധാരണ നമ്മൾ വോളിയം മീറ്റർ ക്യൂബിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എയർ കണ്ടീഷൻ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എത്ര മിനിറ്റിൽ എത്ര വോളിയം എനർജി അകത്തേക്ക് കയറുന്നു. ഓക്കെ, അതിനെ ഡിസ്ചാർജ് എന്ന് പറയുന്നുണ്ട്. ഡിസ്ചാർജ് മാസ് ബൈ വോളിയമാണ്. അപ്പം നമ്മൾ ഡിസ്ചാർജ് എന്നും പറയുന്നുണ്ട്. പക്ഷേ എത്ര എനർജി, എത്ര വോളിയം എനർജിയാണ് ഒരു ക്യൂബിൽ എത്ര വോളിയം എത്ര മിനിറ്റ് കൊണ്ട് കയറുന്നു എന്നതാണ് നമ്മളിവിടെ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ദ റിലേറ്റീവ് റൂം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഫാക്ടർ 0.8 എന്ന് തന്നിട്ടുണ്ട്. എയറിൻ്റെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ ഈസ് റൂം സെൻസിബിൾ ഫാക്ടർ, ലേറ്റൻറ്റ് ഹീറ്റ് ആൻഡ് ലോഡ്, സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ് ഡ്യൂ ടു ദ ഫ്രഷ് എയർ, അപ്പാരറ്റസ് ഡ്യൂ പോയിൻറ്റ്, ഹ്യൂമിഡിറ്റി റേഷ്യോ, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എൻ്ററിങ് എയർ കണ്ടീഷൻ അപ്പാരറ്റസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഒരു സൈക്കോമെട്രിക് ചാർട്ടിലേക്ക് പ്ലോട്ട് ചെയ്യുക. അപ്പം ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് റൂം സെൻസിബിൾ ഹീറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, റൂം ടോട്ടൽ ഹീറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, തുടങ്ങിയ ഇക്വേഷൻസും കാര്യങ്ങളും, ഫ്രഷ് എയറിൻ്റെ സെൻസിബിൾ ഹീറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ടോട്ടൽ ഹെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം ഞാൻ ഇക്വേഷൻസ് നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ റൂം സെൻസിബിൾ ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, CP × TI - TS, അതായത് എത്ര മാസ് സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്, മാസിൻ്റെ സപ്ലൈ എത്രയാണ് കൊടുക്കുന്നത്, CP വാല്യൂ കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, TI അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻഡോർ, TDS ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ദ എന്താണ് സപ്ലൈ കണ്ടീഷൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ മാസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാസിൻ്റെ ഡെൻസിറ്റിയുടെ ടൈമിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും, ഡെൻസിറ്റി ഈക്വൽ ടു എന്താണ്, മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ടോ വോളിയം തന്നിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസ് എങ്ങനെ പിടിക്കാം, ഞാൻ പറയാം ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഇപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, ഡെൻസിറ്റിയും വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് ഈക്വൽ ടു എന്താണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് ഇക്വേഷനാണ്, ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ സൈക്ലോമെട്രിക് ചാർട്ട്. ഇതിനകത്ത് നമ്മുടെ ഈ ഹൊറിസോണ്ടൽ ലൈനെ നമ്മൾ എന്ത് പറഞ്ഞു, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ഇൻക്ലൈൻഡ് ആയിട്ട് നമുക്ക് കാണുന്ന ഈ ഒരു കർവ്ഡ് ഷേപ്പിൽ കാണുന്നതിനെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു. പെർസെൻറ്റേജിലായിരിക്കും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നിരിക്കുന്നത്. ഈ ലൈനെ നമ്മൾ എന്ത് പറയുന്നു, സാച്ചുറേഷൻ ലൈൻ എന്ന് പറയുന്നു. ഈ സാച്ചുറേഷൻ ലൈനിൽ തന്നെ നമുക്ക് എന്തൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്, വെറ്റ് ബൾബുണ്ട്, ഡ്യൂ പോയിൻ്റ് ഉണ്ട്, സാച്ചുറേഷൻ ടെമ്പറേച്ചർ എല്ലാം നമ്മൾ എന്താണ് ഈ സാച്ചുറേഷൻ ലൈനകത്താണ് അടയാളപ്പെടുത്തുന്നത്. പിന്നെ ഈ റൈറ്റ് സൈഡിൽ ഒരു വലത്തെ മൂലയ്ക്കായിട്ട് കിടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. നമുക്ക് സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ മൂലയ്ക്ക് കിടക്കുന്നതാണ് വേപ്പർ പ്രഷർ, നമ്മുടെ സൈക്ലോമെട്രിക് ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ ഡേറ്റാസ് ഇൻപുട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു എടുത്ത ഡേറ്റാസ് ഞാൻ നമ്മളുടെ ഡ്രോയിങ് അല്ലെങ്കിൽ നമ്മളുടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഞാൻ സൈക്കോമെട്രിക് ചാർട്ടിനകത്ത് വരച്ച ഡേറ്റാസാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പം ഇത് എങ്ങനെയാണ് എടുത്തതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് റൂം കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡേറ്റാസ്. ഇൻസൈഡ് കണ്ടീഷനിനകത്ത് എന്താണ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 25, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50. നമ്മളപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 25, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50, 45-50. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഡ്രൈ ബൾബോട് ടെമ്പറേച്ചർ ചെയ്യുന്ന പോയിന്റ്, ഈ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, I എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ആർക്കും ഡൗട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ഔട്ട്ഡോർ കണ്ടീഷനിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് കുറച്ച് ടൈംസ് തന്നിട്ടുണ്ട്. എന്താണ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 40 വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 27. അപ്പോൾ നമുക്ക് കണ്ടേ, ഇതാണ് നമ്മളുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈൻ അല്ലേ. ഇപ്പോൾ ഇത് 25, ഇത് 26, ഇത് 27, പിന്നെ ഈ 40 കൂടെ കോണ്ടാക്ട് ചെയ്യുന്ന പോയിന്റ്. നേരത്തെ 25ഉം 50 കൂടെ, ഇത് 50ൻ്റെ ലൈനാണ്, 50ൻ്റെ കർവ് ലൈനാണ്.
നമ്മളുടെ 25ൻ്റെ പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഐ, ഈ പോയിന്റ് നമ്മൾ എന്തോ കൊടുത്തു, ഒ എന്ന് കൊടുത്തു. അപ്പം ഐയും ഒയും കൊടുത്തു. അപ്പം നമുക്ക് ഐയും ഒയും കൊടുത്തു ഇല്ലേ, ഐയും ഒയും കൊടുത്തു. ഇൻഡോർ കണ്ടീഷൻ, ഔട്ട്ഡോർ കണ്ടീഷൻ. അപ്പോൾ നമ്മളുടെ എയർ എങ്ങനെയാണ് അകത്തേക്ക് കയറുന്നത്? എയർ കയറുന്നതെന്ന് പറയുന്നത് ഇൻഡോർ ലൈനും ഔട്ട്ഡോറോടെ മിക്സ് ചെയ്യുന്ന ഒരു പോയിന്റ്. ആ പോയിന്റ് നമ്മൾ എം എന്ന് കൊടുത്തു. ഓക്കെ, ആ പോയിന്റ് നമ്മൾ എം എന്ന് കൊടുത്തു. ഈ എം എന്ന് പറയുന്ന പോയിന്റാണ് എങ്ങോട്ട് കയറുന്നത്? നമ്മളുടെ അപ്പാരറ്റസിലേക്ക് കയറുന്നത് അല്ലേ, കൂളിംഗ് കോയിലേക്ക് കയറുന്നത് എം എന്ന് പറയുന്ന പോയിന്റാണ് അല്ലേ. അപ്പോൾ ഈ എം എന്ന് പറയുന്ന പോയിന്റിന് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ ക്ലാസ്സുകളിൽ നമ്മളുടെ തിയറി പഠിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് എപ്പോഴും വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ 0I, അതായത് നമ്മളുടെ ഐ പോയിന്റ് ഔട്ട്ഡോർ കണ്ടീഷനും അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡോർ കണ്ടീഷനോട് ചേർന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈനിലായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് ആ മിക്സിംഗ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇതാണ് 0 പോയിന്റ് ഔട്ട്ഡോർ കണ്ടീഷൻ, ഇത് ഇൻഡോർ കണ്ടീഷൻ. ഇത് മേക്ക് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടാവും. ഈ ലൈനകത്ത് ആയിരിക്കും നമ്മളുടെ എന്ത് വരുന്നത്, നമ്മളുടെ പോയിന്റ് എം വരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ഒരു പോയിന്റ് എപ്പോഴും നമ്മളുടെ ആ ലൈനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ ആ ലൈനകത്ത് വരുമ്പോൾ നമ്മൾ കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ M1 എന്ന് പറയുന്ന മാസ്, അതായത് MI എന്ന് പറയുന്ന മാസാണ് M0യേക്കാൾ കൂടുതലെങ്കിൽ നമ്മളുടെ പോയിന്റ് വരുന്ന എന്തിനോട് അടുത്ത് വന്നേനെ, ഐയോടും അടുത്ത് വന്നേനെ. അടുത്തത് M0 വാല്യൂ ആണ് വലുത് MIയേക്കാൾ എങ്കിൽ നമ്മളുടെ പോയിന്റ് എവിടെ വന്നേനെ, MOയുടെ അടുത്ത് വന്നിരുന്നേനെ ഇല്ലേ, അതായത് ഔട്ട്ഡോർ കണ്ടീഷനോട് ചേർന്ന് വന്നിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് കയറുന്ന എയർ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുടെ എയറും അതുപോലെ തന്നെ നമ്മുടെ ഫ്രഷ് എയറും ഔട്ട്സൈഡ് എയറും അതുപോലെ നമ്മുടെ ഫ്രഷ് എയറും റീസർക്കുലേറ്റഡ് എയറും ഫ്രഷ് എയർ ഈക്വൽ എമൗണ്ട് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈക്വൽ എമൗണ്ട് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടിൻ്റെയുടെ മിഡ് പോയിന്റിലായിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത് എൻഡ് പോയിന്റ് വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഐയും ഒയും സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഈ ലൈൻ ഇപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ 5 സെൻറ്റിമീറ്ററിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും നമ്മളുടെ എന്ത് വരുന്നത്, നമ്മളുടെ എം എന്ന് പറയുന്ന വാല്യൂ വരണം. അപ്പം ഐ ഒയും പ്ലോട്ട് ചെയ്തു, അത് രണ്ടുകൂടെ സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഇനി ഈ മിക്സ് ചെയ്യുന്ന എയർ ഏത് പോയിന്റിലാണ് വരുന്നതെന്ന് വെച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ഐയുടെ ഒയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവിടെ ഐയുടെ ഒയുടെ മാസ് ഈക്വൽ ആയതുകൊണ്ട് നമ്മളുടെ പോയിന്റ് വരുന്ന എവിടെയാണ്, ഒരു സ്ട്രേറ്റ് ലൈൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഇൻ ബിറ്റ്വീനുള്ള മിഡിൽ പോയിന്റിലായിരിക്കും വരുന്നത്. ഇനി നമുക്കൊരു സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എത്ര എമൗണ്ട് ആണ് സപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എസിൻ്റെ കാര്യം നമുക്കറിയത്തില്ല, എസ് എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയത്തില്ല. അപ്പോൾ ഐ പ്ലോട്ട് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ എം പ്ലോട്ട് ചെയ്തു, ഒ പ്ലോട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രേറ്റ് ലൈനകത്ത് ഇങ്ങനെ വരച്ചിട്ടേക്ക് ഇവിടം വരെ വന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് തരണം, ഒന്നെങ്കിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറോ അല്ലെങ്കിൽ കോയിലിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിരിക്കണം. ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഓഫ് കോയിൽ തന്നിരിക്കണം. ഇവിടെ ഒരു കാര്യം തന്നിട്ടില്ല. പകരം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈപ്പാസ് ഫാക്ടർ ഇല്ല. ബൈപ്പാസ് ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാച്ചുറേഷൻ ലൈനിലായിരിക്കും നമ്മളുടെ എന്ത് പോയി വരുന്നത്, സപ്ലൈ കണ്ടീഷൻസ് പോയി വരുന്നത്. അതായത് എയർ അകത്തേക്ക് കയറുന്ന എയർ എന്ന് പറയുന്നത് കോയിലിനകത്തൂടെ കയറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതായത് മിക്സിങ്ങിൽ നിന്ന് കോയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കോയിലിന് പുറത്തേക്ക് പോകുന്നത്. അപ്പം കൊടുക്കുന്നതും ഡ്യൂ പോയിന്റ്, അതായത് നമ്മളുടെ അപ്പാരറ്റസിലേക്ക് കൊടുക്കുന്ന എയറും ക്വാളിറ്റിയും അപ്പാരറ്റസ് കോയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന എയർ ക്വാളിറ്റിയും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സെയിം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ആ രണ്ട് പോയിന്റും ഒരു പോയിന്റിലായിരിക്കും കോൺസെൻട്രേറ്റ്, അതായത് സപ്ലൈ പോയിന്റും അതുപോലെ തന്നെ നമ്മളുടെ ഡ്യൂ പോയിന്റും ഒരു സെയിം പോയിന്റിലാണ് കോയിൻസൈഡ് ചെയ്യുന്നതാണ് നമ്മൾ നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി എസ് എവിടെയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ എസ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കാര്യം തന്നിരിക്കുന്നുണ്ട്, റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ തന്നിട്ടുണ്ട്. ഇതാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ഡയഗ്രാം. ഇതാണ് റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. നമുക്കിവിടെ റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എത്ര തന്നിരിക്കുന്നത്, 0.8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 0.8 ലൈൻ കണ്ടല്ലോ, ഇതിങ്ങനെയാണ് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുക. ഈ സ്ട്രെയിറ്റ് ലൈൻ വന്ന് ടച്ച് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് ഈ പോയിന്റിനെ കൊണ്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഈ ലൈനുണ്ട്, നമ്മുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ലൈനിന് കറക്റ്റ് പാരലായിട്ട് ഐയിൽ നിന്നൊരു ലൈൻ വരയ്ക്കുക. അതായത് നമ്മളുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറിൻ്റെ ലൈനിന് കറക്റ്റ്
പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഐയിൽ നിന്നൊരു പോയിന്റ് വരയ്ക്കുക. ആ പോയിന്റ് എവിടെ കൊണ്ട് മുട്ടിക്കുക, നമ്മളുടെ സെൻസിബിൾ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റിക് സ്ട്രക്ചറിൽ കൊണ്ട് മുട്ടിക്കുക. ഈ സ്ട്രക്ചറിൽ കൊണ്ട് മുട്ടിക്കുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എമ്മും ആ പോയിന്റിൽ തന്നെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, മുട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എസ് കിട്ടി. അപ്പോൾ നമുക്ക് ഒ കിട്ടി, ഐ കിട്ടി, എം കണ്ടീഷൻ കിട്ടി, എസ് കണ്ടീഷൻ കിട്ടി. ഇനി ഇതിനകത്തൊന്നെല്ലാം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എൻതാൽപ്പി കണ്ടുപിടിക്കാം. ഔട്ട്ഡോറിൻ്റെ എൻതാൽപ്പി എങ്ങനെ കണ്ടുപിടിക്കും, ഒയുടെ ഹൊറിസോണ്ടൽ ലൈൻ എച്ച് ഒ നമുക്ക് തന്നിട്ടുണ്ട്, 85 നമ്മൾ ഗ്രാഫിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ എച്ച് എസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, അതുപോലെ തന്നെ എച്ച് ഐ ഇൻഡോർ കണ്ടീഷൻ്റെ എൻതാൽപ്പി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഈ കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ സൈക്ലോമെട്രിക് ചാർട്ടിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമ്മുടെ എച്ച് ഒ, എച്ച് ഐ, H0. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഇങ്ങനൊരു പെട്ടെന്നൊരു ഇത് വെച്ച് കഴിച്ച് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സൈക്ലോമെട്രിക് ചാർട്ട് തന്നെ വരച്ചത്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ എൻട്രോപ്പി വാല്യൂ അല്ലെങ്കിൽ നമ്മളുടെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ, റൂം ഹീറ്റ് ഫാക്ടർ വന്ന് കോൺടാക്ട് ചെയ്യുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ വന്ന് പോയിന്റ് ചെയ്യുന്ന ആ പോയിന്റ് നമ്മൾ എന്താ പറയുന്നത്, അലൈൻമെൻറ്റ് സർക്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അലൈൻമെൻറ്റ് സർക്കിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒ പോയിന്റ് കിട്ടി, ഐ പോയിന്റ് കിട്ടി. ഈ ഒ പോയിൻറ്റും ഐ പോയിൻറ്റൂടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇത് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന പോയിന്റിൽ മിഡ് പോയിന്റിൽ നമുക്ക് എം കിട്ടി. ആ എം വെച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അലൈൻമെൻറ്റ് സർക്കിൾ ഫോം ചെയ്യുന്നു. ഇതിന് കറക്റ്റ് പാരലായിട്ടുള്ള ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സാച്ചുറേഷൻ കർവിലേക്ക് കൊണ്ട് കോൺടാക്ട് ചെയ്യുന്നു. ആ പോയിന്റ് നമ്മൾ എസ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ മിക്സിംഗ് ചേമ്പർ കൊണ്ടൊന്ന് എന്ത് ചെയ്യുന്നു, ആ പോയിന്റിലേക്ക് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർ വരുന്നു, മിക്സിംഗ് എയർ വരുന്നു, അത് കോയിൽ ടച്ച് ചെയ്യുന്നു. കോയിൽ ടച്ച് ചെയ്യുന്ന അതേ എമൗണ്ട് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, തിരിച്ച് ഇൻഡോർ കണ്ടീഷനിലേക്ക് പോകുന്നു. ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് കിടക്കാം. റൂം സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ലോഡാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, റൂം സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ MS CP TDI - TDS ആണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അറ്റ് ഇൻഡോർ, സപ്ലൈ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, CP കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, MS വേണം. അപ്പോൾ MS കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്താണ്, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് എയർ. വോളിയം എത്രയാണ്, വോളിയം ഓഫ് സപ്ലൈ 100+100 അല്ലേ. ഇൻഡോർ അറ്റ്മോസ്ഫിയറിക് എയറും വരുന്നുണ്ട്, റീസർക്കുലേറ്റഡ് എയറും വരുന്നുണ്ട്. 100+100 200 × 1.2. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി, മാസ് കിട്ടി. ഈ മാസ് ഇവിടെ എഴുതി. CPയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. TDI ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണ്, ഇൻഡോറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ആണ്. അടുത്തത് സപ്ലൈ കണ്ടൻറ്റ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. നമുക്കിവിടെ സപ്ലൈ കണ്ടീഷൻ ഉണ്ട്. യെസ്, ഇതിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്, 11.8 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റൂം സെൻസിബിൾ ഹീറ്റ് കിട്ടി, ലോഡ് കിട്ടി. ഓക്കെ, അപ്പോൾ അതിനകത്തു നിന്ന് നമുക്ക് എന്ത് കിട്ടി, RSH വാല്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, റൂം സെൻസിബിൾ ഹീറ്റ് ടോട്ടൽ ഹീറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം റൂം സെൻസിബിൾ ഹീറ്റ് കണ്ടുപിടിക്കുന്നതിന് MS × HI - HS. HI നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് ഗ്രാഫിൽ നിന്ന് HI കണ്ടുപിടിച്ചു. HSഉം നമ്മൾ എന്ത് ചെയ്തു, ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, MS നമുക്കറിയാം, നമുക്ക് എന്ത് കിട്ടി, RTH കിട്ടി. ഇനി റൂം ലേറ്റൻറ്റ് ഹീറ്റ് ഈസ് ഈക്വൽ ടു RTH - RSH. അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടി, നമ്മളുടെ റൂം ലേറ്റൻറ്റ് ഹീറ്റ് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ് ഡ്യൂ ടു ഫ്രഷ് എയർ. ഔട്ട്ഡോർ എയറിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റ് കണ്ടുപിടിക്കണം. അപ്പം M0 മാസ്, M0 = V0 ഡെൻസിറ്റി ഓഫ് എയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മാസ് കിട്ടി. ദെൻ സെൻസിബിൾ ഹീറ്റ് ലോഡ് ഡ്യൂ ടു ദ ഫ്രഷ് എയർ. ഇക്വേഷൻസ് എല്ലാം ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. M0 CP D0 - TDI 120 × 1.02 × ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ഔട്ട്ഡോർ - ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ഇൻഡോർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സെൻസിബിൾ ലോഡ് ഡ്യൂ ടു ഫ്രഷ് എയർ കിട്ടി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയായിരുന്നു, സെൻസിബിൾ ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സെൻസിബിൾ ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ഡ്യൂ ടു ഫ്രഷ് എയർ കണ്ടുപിടിച്ചു. അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് നമുക്ക് കണ്ട് ഇവിടെ കിട്ടിയത് എത്രയാണ്, അപ്പാരറ്റസ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക് കിട്ടിയത്, 11.8 കിട്ടി. ദെൻ
ഹ്യൂമിഡിറ്റി റേഷ്യോ ആൻഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് എയർ എൻറ്ററിങ് അറ്റ് ദ കണ്ടീഷൻ എയർ, അതായത് TS ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TS-ഉം അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി റേഷ്യോ WS-ഉം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് WS ഇതിനകത്ത് നിന്ന് എങ്ങനെ കണ്ടുകിട്ടും? നമുക്കിതിനെ ഹൊറിസോണ്ടൽ പോയിന്റിന് ഹൊറിസോണ്ടലായിട്ട് വരുന്ന പോയിന്റിന് നമ്മൾ എന്ത് പറയുന്നു? WS എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്ന് കോൺടാക്ട് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? WS. അങ്ങനെ നമുക്ക് WS-ഉം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ.